ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഉണക്ക ചെമ്മീൻ കൊണ്ട് നല്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പി കാണാം. ഉണക്ക ചെമ്മീൻ ഉലർത്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വേറെ കറികളൊന്നും ഇല്ലാത്ത ദിവസം ഈ ഒരു ഉണക്ക ചെമ്മീൻ ഉലർത്തുണ്ടെങ്കിൽ ഇതും കൂട്ടി ചോറുണ്ണാൻ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഉണക്ക ചെമ്മീൻ ഉലർത്തുണ്ടാക്കുന്നതിനായിട്ട് 100 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 30 ഗ്രാം ഉണക്ക ചെമ്മീൻ ഉണ്ട് കേട്ടോ. ഇത് തല കളഞ്ഞ് ഒന്ന് കഴുകി വാരിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തത് ഇനി ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. 2-3 വട്ടം ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവരുത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഉണക്ക ചെമ്മീൻ ഉലർത്തുണ്ടാക്കാൻ ആവശ്യം വേണ്ട ബാക്കിയുള്ളതൊക്കെ ഒന്ന് കാണാം. 2 വാളം ചെറുള്ളി, 5 എണ്ണത്തോളം ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇതോരോന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഉലർത്തുണ്ടാക്കി തുടങ്ങാം. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഉള്ളിയും മുളകും വേപ്പിലയും കൂടി ചതച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്ക് ചെമ്മീനും ഉള്ളിയൊക്കെ നല്ലപോലെ കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് മൂപ്പായിട്ട് വരും. ഈ സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണക്ക ചെമ്മീൻ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ മണം കിട്ടുമ്പോഴേക്കും നാവിൽ വെള്ളം ഊറും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഉണക്ക ചെമ്മീൻ ഉലർത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലത്തെ റെസിപ്പി വീഡിയോകൾക്ക് മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.